ഹായ് എവരിവൺ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ന്യൂസ് കാണിച്ചു തരാം, എന്നിട്ട് അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. ടിക്കറ്റ് എടുത്തത് തന്നിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. 3 മാസം അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ ജോലിക്കായിരുന്നു പോയിണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി വന്ന് വിളിച്ചിട്ട് എല്ലാവരുടെയും കൂടെ അങ്ങനെ കൊണ്ടുപോയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ വിട്ടുപോയതായിരുന്നു. റഷ്യൻ കൂലിപ്പട്ടാളത്തിന്റെ പിടിയിലകപ്പെട്ട തൃശൂർ സ്വദേശി ജെയിൻ കുര്യൻ നാട്ടിലെത്തിയ ശേഷമുള്ള പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജെയിൻ റഷ്യയിലെ മലയാളികളുടെ സഹായത്താലാണ് നാട്ടിലെത്തിയത്. ജെയിനൊപ്പം റഷ്യയിലെത്തിയ 6 പേരിൽ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, എന്തായാലും കൊച്ചിയിലെത്തിയ ശേഷം, സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ജെയിൻ കുര്യന്റെ വാക്കുകളിൽ തന്നെ വലിയ ആശ്വാസം, വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇപ്പോഴും ജെയിനൊപ്പം ഓക്കെ, നിങ്ങൾ ഈ ന്യൂസിന്റെ ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഒരു അമ്മ എന്നെ വിളിച്ചിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞുതരാം. അതിനുശേഷമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് മെസ്സേജ് ഇടുന്നത്. എൻ്റെ മോൻ ഒരു ഏജൻസി വഴി മോസ്കോയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വെയർഹൗസ് ജോബാണ് അവന് കിട്ടിയേക്കണത്. അവന് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകാനായിട്ട് 2 വർഷമായിട്ട് വേറൊരു ഏജൻസിയിൽ ക്യാഷൊക്കെ കൊടുത്ത് നമ്മുടെ ക്യാഷ് പോവുകയും ചെയ്തു. അവന് വരാനും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് അവൻ രണ്ടും കൽപ്പിച്ച റഷ്യയിലേക്ക് വരുക. അപ്പോൾ എൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ വരുമ്പോൾ ഇങ്ങനെ മലയാളീസിനെ കൂലിപ്പട്ടാളത്തിൽ ചേർക്കുന്നു എന്നൊക്കെ പല വീഡിയോസും ഞാൻ കണ്ടു. ഞാനിതൊന്നും നോക്കാറില്ലായിരുന്നു. ഇപ്പം എൻ്റെ കൊച്ചു വരുമായതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതൊക്കെ നോക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ ഇജാസിൻ്റെ നമ്പർ എനിക്ക് കിട്ടിയത്. അപ്പം ഹെൽപ്പ് ചെയ്യണം. മോൻ അങ്ങോട്ട് വരുമ്പം അവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യണമെന്ന്. എങ്ങനെയുണ്ടാവുന്നൊന്നും അവനറിയില്ലല്ലോ. അവിടെ വേറൊരു നാടല്ലേ, നല്ല ടെൻഷനുണ്ട് നമുക്ക് കൊച്ചങ്ങോട്ട് പോരുമായതുകൊണ്ട്. പിന്നെ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നോലെ ഇന്ന ആളുണ്ട് അവിടെ, നിങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ആ ആളെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമുക്കിപ്പോൾ 4.5 ലക്ഷം രൂപ ഏജൻസിയിൽ അടയ്ക്കണം, ബാക്കി ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം. അങ്ങനെയാണ് കൊച്ചു പോരുന്നത്. അപ്പം എങ്ങനെയാണ് അവിടെ മറ്റുള്ള പിള്ളേരൊക്കെ പോരാനായിട്ട്, കുറച്ച് പേരുണ്ട് പോരാനായിട്ട്. അപ്പം ഇവൻ കയറിപ്പോയി ഇവൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് അവരൊക്കെ പോകാനായിട്ടിരിക്കണത്. അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞു ഇന്നപോലെ വേറൊരാളുണ്ട്, അതൊന്ന് നമുക്ക് കോണ്ടാക്ട് ചെയ്ത് നോക്ക്, എന്താ പറയണമെന്ന്. നിങ്ങളെ പറ്റി എല്ലാവരും കമൻറ്റൊക്കെ ഇട്ടങ്ങനെ ഞാൻ നോക്കി, എല്ലാവരും നല്ല അഭിപ്രായം പറയണം. അതുകൊണ്ടാട്ടോ ഞാൻ മെസ്സേജ് ഇടുന്നത്. അപ്പം എന്താണെങ്കിലും എൻ്റെ മോൻ്റെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഇൻവിറ്റേഷൻ ലെറ്റർ നമുക്ക് തന്നിട്ടില്ല, അത് സ്റ്റാമ്പ് ചെയ്യാൻ വിട്ടേക്കുമെന്നാണ് ഏജൻസി പറയണത്. ഞാൻ ആ ഇൻവിറ്റേഷൻ ലെറ്റർ അത് സ്റ്റാമ്പ് ചെയ്ത് വന്നു കഴിയുമ്പം ഞാൻ അങ്ങോട്ട് ഫോർവേഡ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? നമുക്കിതേക്കുറിച്ചൊന്നും അറിയില്ല. മോന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹംഗറിക്ക് പോകാൻ അവൻ ആദ്യം ഇരുന്നത്. ആ വകയിൽ നമുക്ക് കുറച്ച് പൈസ പോയി കിട്ടി. അത് എറണാകുളത്ത് സ്പേസ് ഇന്റർനാഷണൽ കൊച്ചിയിൽ പോയാണ് നമ്മൾ അവിടെ കാശടച്ചത്. 2 വർഷം അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് മോനിപ്പോൾ റഷ്യക്ക് പോകാൻ എളുപ്പമുണ്ടെന്നും പറഞ്ഞുകൊണ്ട്, അതും എറണാകുളത്ത് തന്നെയുള്ള ഒരു യൂറോ എന്ന് പറയുന്ന ഒരു ഏജൻസിയിലാണ്. അപ്പോൾ ഒരു ട്രിപ്പ് ആൾക്കാർ കയറിപ്പോയി. ആ കയറിപ്പോയ ആൾക്കാർ ജോലി ചെയ്യുന്ന കമ്പനി അവിടുത്തെ അവർക്ക് ഒരു നേരം ഫുഡും ശമ്പളം അങ്ങനെ എല്ലാ കാര്യങ്ങളകത്തുനിന്ന് നമ്മളോട് പറഞ്ഞു തന്നു. ശരിയാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ രണ്ടാമത് നമ്മളിങ്ങനെ 75,000 രൂപ അടച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് അതിന് ശേഷമാണ് ഞാൻ ഈ മോൻ റഷ്യക്ക് പോകുക എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ യൂട്യൂബ് കാണാൻ തുടങ്ങിയത്. യൂട്യൂബിൽ ഇങ്ങനെ ഇജാസിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടു. സാധാരണക്കാർക്ക് ഉപകാരപ്രദമാണത്. ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ജോലി ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ യൂട്യൂബ് വഴി വീഡിയോസ് ഇടുമ്പം ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർക്ക് അത് ഗുണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നത്. ഹായ് എൻ്റെ പേര് ഇജാസ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും പേടിയുള്ള ഒരു സംഭവമാണ് റഷ്യയിലേക്ക് വന്ന ആൾക്കാരൊക്കെ കൂലിപ്പട്ടാളത്തിലേക്ക് എടുക്കുക എന്നുള്ളത്. വളരെ സംബന്ധമായ കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ന്യൂസ് ചാനലിലൊക്കെ. അങ്ങനെയൊന്നും ഒരിക്കലും എടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പോകണ്ടേ? ഞാൻ റഷ്യൻ സിറ്റിസൺ ആണ്, റഷ്യൻ പാസ്പോർട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എന്നെ കൊണ്ടുപോകണ്ടേ റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക്? എന്നെ കൊണ്ടുപോകണ്ടേ? ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഇത് യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ഒരുപാട് പേർക്കുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞുതരാം. അതായത്
റഷ്യയുടെ ഇപ്പോൾ ഒരുപാട് ഈ റഷ്യയുടെ ഷോപ്പിംഗ് മാള് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, അതുപോലെ തന്നെ വലിയ വലിയ ഈ വലിയ മാർക്കറ്റുകൾ, അങ്ങനെ ഇതിൻ്റെ അടുത്തൊക്കെ ഈ ടെൻ്റ് അടിച്ചിട്ട് ആളുകളെ, അതായത് നിങ്ങൾക്ക് ആർമിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു വലിയ ഒരു ഫ്ലെക്സ് ബോർഡൊക്കെ അടിച്ചിട്ട് അവിടെ നിങ്ങൾക്ക് കുറച്ച് പേര് അവിടെ ഇരുന്നിട്ട് ഈ ആർമിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പം നമ്മളെ നാട്ടിൽ നിന്ന് ഈ ഏജന്റുമാർ വർക്ക് വിസ എന്ന് പറഞ്ഞിട്ട് ടൂറിസ്റ്റ് വിസ, അതുപോലെ തന്നെ ബിസിനസ് വിസ, അങ്ങനെയുള്ള വിസകളിലെ സ്റ്റുഡൻറ്റ് വിസ, ഇങ്ങനെയൊക്കെ വിസയിൽ കൊണ്ടുവന്നിട്ട് ജോലി കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പിള്ളേരുണ്ടാവും നമ്മുടെ നാട്ടിൽ. ഇവരെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ഇവർ ഈ ഒരു കൂലിപ്പട്ടാളത്തിൽ ചേരുന്നത്. കാരണം വളരെ വലിയൊരു എമൗണ്ടാണ് അവർക്ക് ഒരു മാസം അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ രണ്ടാമത്തെ കാര്യം, ഈ വലിയൊരു എമൗണ്ട് കാണുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് എടുത്തു ചാടി ഇതിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് ഈ ഒരു കൂലിപ്പട്ടാളം എന്ന് പറയുന്നില്ലേ, അതിലേക്ക് ഒരിക്കലും റഷ്യൻ ഗവൺമെന്റ് ഒരു ഫോറിൻ സിറ്റിസനെ നിർബന്ധിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോയി ഞാൻ നമ്മുടെ ആർമിയിൽ ചേരിടാ എന്നൊന്നും ഒരിക്കലും പറയത്തില്ല. അത് വളരെ അസംബന്ധപരമായ, വളരെ ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ ഒരിക്കലും പറയത്തില്ല റഷ്യൻ ഗവൺമെന്റ്. റഷ്യ ഈസ് വെരി ഗുഡ് കൺട്രി, യുനോ, ബിക്കോസ് റഷ്യയിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഉള്ള ഒരു ഫോറിൻ സിറ്റിസൺ ആണ്. അത് നിങ്ങളൊരു ഫോറിൻ സിവിലിയൻ, ഒരു സിവിലിയൻ ഫോറിൻ ഇനസ്രാന ഗറാസാനി, അതായത് ഇന്റർനാഷണൽ സിറ്റിസൺ റഷ്യയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ റഷ്യൻ പട്ടാളത്തിലേക്ക് പിടിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇവർ അത്യാവശ്യം മെച്യൂർഡ് ആയിട്ടുള്ള ആളുകളാണ് റഷ്യയിലേക്ക് വരുന്നത്, പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളാണ് റഷ്യയിലേക്ക് വരുന്നത്. അപ്പം ഇവരെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവർ എഗ്രിമെന്റ് ഒക്കെ എഴുതി കൊടുക്കുകയാണ്. അതായത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് ആർമിയിൽ ചെയ്യാൻ, ചില ആളുകൾക്ക് ഈ ആർമിയോട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ പോലീസിനോട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, എനിക്ക് പോലീസിൽ ചേരണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടാവും. ആർമിയിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള അവർക്കൊക്കെ കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ അവർ ഇങ്ങനെ എന്താക്കും, എനിക്ക് ഇതിൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തു ചാടി. ഇപ്പം അതായത് നമുക്ക് പോയിട്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല, ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഷോപ്പിംഗ് മാളുകൾ, അതുപോലെ തന്നെ വലിയ വലിയ മാർക്കറ്റിന്റെ മുമ്പിലേക്ക് ഇവർ ടെന്റ് അടിച്ചിട്ട് ഉണ്ടാവും. അവിടെ ഇതിൽ താല്പര്യമില്ലവർക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഇങ്ങനെ നമുക്ക് അവിടെ ഇങ്ങനെ ടെന്റുകളൊക്കെ കാണാൻ പറ്റും. അപ്പം ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ, അതായത് ഈ ആളുകൾ ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ കോൺട്രാക്ട് എഴുതുകയാണ്. അതായത് ഇവർ പറയും ഇത്ര 25 വർഷത്തേക്കുള്ള കോൺട്രാക്ട് എഴുതാൻ. ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്ട് ഉണ്ട്, 25 വർഷത്തേക്ക്. ഞാൻ ചോദിച്ചറിഞ്ഞതാണ്, 25 വർഷത്തേക്കുള്ള കോൺട്രാക്ട് ഉണ്ട്, 1 വർഷത്തേക്കുള്ള കോൺട്രാക്ട് ഉണ്ട്. അപ്പോൾ അവർ വിചാരിക്കും 1 വർഷം നമുക്ക് ഈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വളരെ വലിയൊരു എമൗണ്ട് ആണ്, 50 ലക്ഷം രൂപയൊക്കെയാണ് സാലറി ഒക്കെ വരുന്നത്. 50 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ അവനെ ഒരു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം അവൻ്റെ ഡോണായി, ഇവർ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ ഒരു ഇതൊക്കെ പ്രതീക്ഷയിൽ കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, അൺഎംപ്ലോയ്മെന്റ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, ജോലിയൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇവിടെ വരുമ്പോൾ ഇത്രയും വലിയ തുക കാണുമ്പോൾ ഇവർ എടുത്തു ചാടി അവർ സൈൻ ചെയ്യാണ്. ഇതിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ പോകുന്നത്, ഇതിൽ വേറെ ആർക്കും ഉത്തരവാദിത്വം ഇല്ല, എനിക്ക് ഇതിൽ പോകാൻ താല്പര്യം, അങ്ങനെയെങ്കിൽ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ എഴുതിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഒരാളെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരാളെ ഒരിക്കലും റഷ്യൻ ഗവൺമെന്റ് ഫോഴ്സ് ചെയ്തിട്ട് ആർമിയിലേക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ട് ചേർക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഉദാഹരണത്തിന് എന്നെ ഫസ്റ്റ് ചേർക്കണ്ടേ, ഞാൻ ഇവിടുത്തെ സിറ്റിസൺ അല്ലേ, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇതിലൊക്കെ പറയുന്നതിൽ യാതൊരു ന്യായീകരണവും ഇല്ലാത്ത ന്യൂസുകളാണ് ഇതൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇത്, ഒരിക്കലും നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നമ്മൾ ന്യൂസ് കുറച്ചും കൂടി ഒന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം. അപ്പൊ ഈ ന്യൂസിന്റെ കൂടെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. റഷ്യയിൽ ഉണ്ടായിരുന്ന അന്ന് കൊല്ലപ്പെട്ട 2 പേര്, ഒരാളുടെ മൃതദേഹം എവിടെയൊന്നു പോലും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്താണ്, എങ്ങനെ ഈ കൂലിപ്പട്ടാളത്തിന്റെ പിടിയിൽ അകപ്പെടുന്നു, അതിനുശേഷം അവിടെ അനുഭവിച്ച ദുരിതങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് ജെയിൻ കുര്യൻ വിവരിച്ചത്? ടോം, ജെയിൻ കുര്യൻ അടക്കം അതായത് 6 പേരാണ് ഇവിടെ നിന്ന് ഒരു ഏജൻസി വഴി റഷ്യയിലേക്ക് എത്തുന്നത്. അവരെ വിവിധ ജോലികൾ, ഈ ഇലക്ട്രിക്കൽ ജോലികൾ, അങ്ങനെ പല ജോലികൾക്ക് വേണ്ടി അവരെ കൊണ്ടുപോകുന്ന രീതിയിൽ അവരെ ധരിപ്പിച്ചുകൊണ്ടാണ് ഇവരേക്ക് എത്തുന്നത്. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലാവുന്നു അവർ തൊഴിൽ തട്ടിപ്പിന് ഇരയാവുകയാണ്. ഈ കൂലിപ്പട്ടാളത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് സത്യത്തിൽ നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർക്ക് ബോധ്യപ്പെടുകയും എല്ലാം. രണ്ടാമത്തെ കാര്യം, ഈ തൊഴിൽ തട്ടിപ്പിന് ഇരയാകുന്നു എന്ന് പറയുന്നുണ്ട്.
അതായത് ഈ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു നോളജും ബേസിക്കോ അറിയാത്ത ഏജൻസികളാണ് ഇവരെ നാട്ടിൽ നിന്ന് റഷ്യയിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ ഇവർക്ക് എങ്ങനെ ഒരാൾക്ക് എന്താണ് കോൺട്രാക്ട്, എന്താണ് ദ ഗവൂർ, അതായത് കോൺട്രാക്ട്, ഗവൂർ, ഗ്യാരണ്ടി ലെറ്റർ, എന്താണ് ഇൻവിറ്റേഷൻ, എന്താണ് സബ്മിഷൻ, അതൊന്നും അറിയാതെയാണ് ഈ ആളുകൾക്ക്, ഇവർക്ക് ഇതൊന്നും കൊടുക്കാതെയാണ്. പിന്നെ അതിൽ റഷ്യയിൽ വരുന്നത് നമുക്ക് അറിയാം, അതായത് സ്റ്റിക്കർ സ്റ്റാമ്പ് അടിച്ചിട്ടാണ് റഷ്യൻ വിസ വരിക. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, അതായത് റഷ്യയിൽ വരുന്ന സമയത്ത് നിങ്ങളെ വിസയിൽ സ്റ്റിക്കറായിട്ടാണ് സ്റ്റാമ്പ് ചെയ്യുക വിസ. അപ്പോൾ ആ വിസയിൽ നിങ്ങൾക്ക് പലർക്കും അത് റഷ്യൻ ലാംഗ്വേജ് എഴുതിയത് കാരണം മനസ്സിലാവത്തില്ല. ഇത് ടൂറിസം വിസയാണോ, ഇത് ദിലീവ് അതായത് ബിസിനസ് വിസയാണോ, വർക്ക് വിസയാണോ, അതൊന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ആളുകൾ പലരും എന്നെ വിളിച്ചു ചോദിക്കാറുണ്ട്, ബ്രോ എനിക്ക് ഇങ്ങനെയുള്ള വിസ അടിച്ചിട്ടുണ്ട്, ഇത് ഏത് വിസയാണെന്ന് ബ്രോ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. അപ്പൊ ഞാനത് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഇത് ഏത് വിസയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇത് ബിസിനസ് വിസയാണ് ബ്രോ, ഇത് വർക്ക് വിസയാണ്, പേടിക്കാനില്ല. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങളെ കോൺട്രാക്ട് എവിടെ, നിങ്ങളെ സബ്മിഷൻ എവിടെ, നിങ്ങളെ വർക്ക് ഇൻവിറ്റേഷൻ എവിടെ, ഇതെല്ലാം അയച്ചു തരാൻ പറയാൻ പറ്റും. അങ്ങനെ അത് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം, നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ മുമ്പോട്ട് പോവുക. അതായത് വർക്ക് കോൺട്രാക്ട്, വർക്ക് ഇൻവിറ്റേഷൻ, സബ്മിഷൻ, അതുപോലെ തന്നെ വിസ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ അതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും ത്രുദോവ്നയ ദിവ്യത്വ എന്ന അതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. ത്രുദോവനയ എന്ന് പറഞ്ഞാൽ തന്നെ വർക്ക് കോൺട്രാക്ട് ആണ്. അപ്പം അതിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആയിട്ട് കയറി വരാം, ഒരാളെയും പേടിക്കേണ്ട, നിങ്ങൾ ആരും കൂലിപ്പട്ടാളത്തിൽ ഒന്നും ചേർക്കത്തില്ല. ഈ ടൂറിസ്റ്റ് വിസയിലും മറ്റ് ബിസിനസ് വിസയിലും വരുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു നോളജും ഇല്ല. ഈ ഏജൻസികളെ തട്ടിപ്പ് കാരണം ഇവർ പെട്ടുപോകുന്നതാണ്. അപ്പോൾ ഈ പാവപ്പെട്ട പിള്ളേർ പെട്ടുപോകുന്നതാണ്. പക്ഷെ അവിടെ എത്തി ഇതിൽ ജോയിൻ ചെയ്ത ശേഷം അവിടെയുള്ള ഒരു ഭീകരാന്തരീക്ഷമൊക്കെ കാണുന്ന സമയത്ത് ഇവർ പേടിച്ച് നമുക്ക് നാട്ടിലേക്ക് പോകണം, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തിരിച്ച് വരാനുള്ള, അപ്പം ഇവർക്ക് അപ്പോൾ നിങ്ങൾക്കറിയാം, ആർമിയിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് അറിയാം, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടുന്ന വിസ ഏതാണെന്നുള്ളത് പ്രോപ്പറായിട്ട് കൺവിൻസ് ചെയ്യുക. ഇത് വർക്ക് വിസയാണോ, ഇത് ഏത് വിസയാണെന്നുള്ളത് കൺവിൻസ് ചെയ്യുക. അത് മനസ്സിലാക്കാൻ എന്തെങ്കിലും നിങ്ങൾക്ക് അത് ഏത് വിസയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് അത് ഏത് വിസയാണെന്നുള്ളത് എടുത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് തൊഴിൽ തട്ടിപ്പുകൾ നടത്തുന്ന ഏജൻസികളുടെ നമ്മുടെ നാട്ടിലുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴാണ് പലരും ഞാനൊരു കള്ളനാണ്, ഞാനൊരു ഫ്രോഡാണ്, ഞാനൊരു തട്ടിപ്പ് വീരനാണ്, ഞാൻ കോടികൾ പറ്റിച്ചവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കെതിരെ മോശമായ രീതിയിൽ പ്രചരണങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അല്ലാതെ നിങ്ങളെ നിർബന്ധിച്ചും ഒരിക്കലും റഷ്യൻ ആർമിയിലേക്കും അതായത് നയതന്ത്ര അത് ഒരിക്കലും അങ്ങനെ ഒരാളും നിങ്ങളെ ഹയർ ചെയ്യത്തില്ല, ഫോഴ്സ് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ടുപോയി അതിലേക്ക് ചേർക്കത്തില്ല. നിങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ കുഞ്ഞുങ്ങളൊന്നല്ലല്ലോ, 5, 6, 7 വയസ്സായുള്ള കുട്ടികളൊന്നല്ലല്ലോ. 18 വയസ്സിന് ശേഷമല്ലേ നിങ്ങൾ റഷ്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് റഷ്യൻ ഗവൺമെന്റ് തന്നെ അലോഡ് കൊടുക്കുന്നത്. നിങ്ങൾ അത്യാവശ്യം മെച്ചൂർഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. നിങ്ങൾ തന്നെ നിങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് എന്താണ് അതിൽ ഒരു റോളും ഇല്ല. നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം, ഞാൻ പറയാണ് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഇതിൽ ജോയിൻ ചെയ്യാൻ ഞാൻ താല്പര്യമുണ്ട്, ഇതിൽ വേറെ ആർക്കും ഉത്തരവാദിത്വം ഇല്ല, ഇത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അവിടെ. അതിൽ ഒരാൾക്കും ഇടപെടാനും പറ്റില്ല. പിന്നെ ഒരാളെ ഫോഴ്സ് ചെയ്തിട്ട് ഇതിൽ വലിച്ചഴിച്ച് ഇതിലേക്ക് കൊണ്ടുപോയി ചേർത്ത് കഴിഞ്ഞാൽ അത് റഷ്യ ഇന്ത്യ നയതന്ത്ര ബന്ധത്തെ ബാധിക്കും. പല കരാറും അവിടെ ബ്ലോക്ക് ആവും. അതായത് ഒരു ഇന്ത്യൻ സിവിലിയനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെയുള്ള ഇതിലേക്ക് പിടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നയതന്ത്ര ബന്ധത്തെ ബാധിക്കും. ഇതുവരെയായിട്ട് റഷ്യ ഇന്ത്യ തമ്മിലുള്ള ബന്ധം വളരെ സ്ട്രോങ് ആണ്. അത് എന്തുകൊണ്ട്? കാരണം റഷ്യ ഇന്ത്യക്കുമായിട്ടുള്ള അത്രയും സപ്പോർട്ടും ഇന്ത്യ അതേപോലെ റഷ്യക്കും സപ്പോർട്ടും ഉള്ളത് കൊണ്ടാണ് അത്രയും സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം നിലനിൽക്കുന്നത്. അല്ലാതെ ഒരാളെയും ഒരിക്കലും പിടിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങളെ ചേർക്കൊന്നുമില്ല. നിങ്ങൾ വെറുതെ ഇതിനെക്കുറിച്ച് യാതൊരു നോളജും ഇല്ലാതെ പറയുന്ന ആളുകളുടെ വാക്കുകളൊന്നും കേൾക്കാൻ നിൽക്കണ്ട. ഇതിനെക്കുറിച്ച് അങ്ങനെയൊന്നും ആരും പിടിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങളെ ഇതിലേക്കൊന്നും ചേർക്കത്തില്ല. പിന്നെ ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. നമുക്കെതിരെ വളരെയധികം ഇപ്പം ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നത് കാരണം മോശമായിട്ടുള്ള പ്രചരണങ്ങൾ വളരെയധികം ശത്രുക്കൾ കൂടി വരികയാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം. എൻ്റെ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടത്തുന്ന ഏജൻസികൾക്കെതിരെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. അപ്പോൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്, ഞാനത് എൻ്റെ വീഡിയോൻ്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും.
അത് എത്ര വലിയ ആയാൽ പോലും ഞാൻ കൊണ്ടുവരും. ഞാൻ എല്ലാ കാര്യങ്ങളും ഇവരോട് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു കമ്പനിക്ക് എനിക്കൊരു ഡയറക്റ്റ് ഒരു മാൻ പവർ കമ്പനി ആയിരിക്കും ഇവരെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിക്ക് ലീഗലായിട്ട് മറ്റു കമ്പനികളിലേക്ക് ആളുകളെ സപ്ലൈ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അത് ലീഗലായിട്ടാണ്. ആ മാൻ പവർ കമ്പനി ഇത്രയും പൈസ ഒരു ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്ന് കയറ്റിയിട്ട് അത് ഒരു വിഡ്രോ ചെയ്യാനുള്ള കൊടുക്കാനുള്ള അവകാശം എല്ലാം ഈ മാൻ പവർ കമ്പനിക്ക് ഉണ്ട്. അതുപോലെ തന്നെ ആ മാൻ പവർ കമ്പനിയാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും കെയർ ചെയ്യുന്നത്. ടെൻഷൻ ആവണ്ട. ഇവിടെ ഒരുപാട് ആൾക്കാർ റഷ്യയിൽ വന്നിട്ട് മാന്യമായ രീതിയിൽ ജോലി ചെയ്തിട്ട് പോകുന്നുണ്ട്. പക്ഷേ ബിസിനസ് വിസയിലും മറ്റു വിസയിലും വന്നിട്ട് രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ട്, അതായത് ഇല്ലീഗലായിട്ട് റഷ്യൻ ഗവൺമെന്റിനെ പറ്റിച്ച് രാജ്യദ്രോഹം കുറ്റം ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെ പേരിലൊക്കെ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ അകത്ത് പോകും. ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഇവരെ സിറ്റുവേഷൻ. കാരണം ഒരു റഷ്യൻ സിറ്റിസൺ അത് ചെയ്താൽ മതി. ഇവർക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരിക്കലും നാട് പോലും കാണാൻ പറ്റില്ല. ഇപ്പം തന്നെ അറിയാം, നമുക്ക് കുറച്ച് പിള്ളേർ നമ്മുടെ നാട്ടിൽ നിന്ന് ഡ്രഗ്സിൽ യൂസ് ചെയ്ത് പിടിച്ചിട്ട് ഇപ്പം ഇത്രയും കാലമായിട്ട് അവർ എവിടെ പോലും എന്നുള്ളത് ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇതുവരായിട്ട് ഇറക്കാനും പറ്റിയിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട, ധൈര്യമായിട്ട് കയറി വരാം. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന വിസ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അത് എങ്ങനെയുള്ള വിസയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.